ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾക്ക് ഒരു ചേന കൂമ്പ് തോരൻ വയ്ക്കാം. അപ്പോൾ അതിനുള്ള ചേരുവകൾ ഞാൻ ചേനയുടെ കൂമ്പ് വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. കറിക്ക് ആവശ്യമായ തേങ്ങ, ജീരകം, കാന്താരി മുളക്, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിനെ ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ട് വരാം. ഹായ് കൂട്ടുകാരെ, അപ്പം ഞാൻ ഒരു പാത്രം അടപ്പത്ത് വെച്ചു. ഇനി ഞാൻ കടുകിട്ട് പൊട്ടിക്കാൻ പോകണേ. കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കറിക്ക് ആവശ്യമായ ഉള്ളി, കറിവേപ്പില, കറിക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കണേ. കുറച്ച് ഉപ്പ് പൊടി. ഇനി നമ്മൾ ഒതുക്കി വെച്ചേക്കുന്ന തേങ്ങ, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഈ ചേനയുടെ ഇലയാണ്, തണ്ടെടുത്തിട്ടില്ല. അപ്പോൾ അത് വെച്ച് നിങ്ങൾ എന്തെല്ലാം വിഭവങ്ങൾ ചെയ്യും എന്നുള്ളതെല്ലാം കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ട് നമ്മൾക്ക് ചെയ്ത് നോക്കാമല്ലോ. ഞാൻ ആദ്യമായിട്ടാണ്, എൻ്റെ വീട്ടിൽ കണ്ടമാനം ചേന ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്ത് നോക്കുന്നത് കേട്ടോ കൂട്ടുകാരെ. കർക്കിടകത്തിൽ ഇതൊക്കെ കഴിക്കണമെന്ന് ഇങ്ങനെ ഓരോ ഫേസ്ബുക്ക് ഫ്രണ്ട്സുകൾ ഇങ്ങനെ പറയുന്നത് കാരണമാണ് ഞാനും ഇത് ചെയ്ത് നോക്കുന്നത്. അപ്പം നിങ്ങളും കമൻറ്റിൽ പറയണം ഇതെല്ലാം എങ്ങനെയെല്ലാം ചെയ്യാം, ഏതെല്ലാം വിധത്തിൽ കറി വെക്കാം എന്നുള്ളതെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ തേങ്ങയെല്ലാം ഒരുവിധം മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതിനെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഞാനൊരു പയറും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുറകിൽ ചെന്നപ്പോൾ ഒരു പയർ അതിൽ കിടപ്പുണ്ട്. അപ്പോൾ അതവിടെ കുറച്ച് ദിവസം കഴിയാൻ വാടിപ്പോകും. അപ്പോൾ ഞാൻ അതിനെയും കൂടി ഇതിലോട്ട് ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്. വയലറ്റ് പയറാണ്, അത് കണ്ടാൽ നിങ്ങൾ, അതാണ് കേട്ടോ അത്. ഇതൊന്നും നന്നായിട്ട് ചിക്കി തോർത്തിയതിന് ശേഷം നമുക്കിതിനെ കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം. അപ്പോൾ ഇതിൻ്റെ ആവിയിലിരുന്ന് അതൊന്ന് സെറ്റാകട്ടെ. അപ്പോൾ ചേനയുടെ ഇല വെച്ചിട്ടുള്ള തോരനൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വായിൽ വെച്ച് നോക്കി നല്ല രുചിയുണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പം നിങ്ങളും ഈ കർക്കിടക മാസം ഇതെല്ലാം ഉണ്ടെങ്കിൽ വീട്ടുവളപ്പിൽ നിന്ന് പറിച്ച് ഇതുപോലെ തോരൻ വെച്ചൊക്കെ കഴിച്ചാൽ നമ്മുടെ വയറിനും കുടലിനൊക്കെ നല്ലതാണ്. ഒരുപാട് നാരും എല്ലാം നമ്മുടെ ശരീരത്തുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയുള്ള കൂട്ടുകാരെ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഒരടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ, സീ യു. ഇത് ഞാൻ പാത്രത്തിലൊന്നും എടുത്ത് കാണിക്കാനുള്ള, ജസ്റ്റ് ഞാനിങ്ങനെ എൻ്റെ ചട്ടി തന്നെ കാണിക്കുന്നത് കേട്ടോ കൂട്ടുകാരെ. ഓക്കെ, എന്നാൽ ബൈ.